He actually found the person. ലോകത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ടാവുന്ന എന്തൊക്കെ എനിക്ക് അവനെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ലീഗൽ സൈഡ് അവനെ പൂട്ടിയിരിക്കും. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. ഇവൻ ഇന്ത്യയിലല്ല, അതാണ് ഇവന്റെ ഏറ്റവും വലിയ അഹങ്കാരം. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് കൂട്ടിയാലും ഞാൻ നിന്നെ താഴെ ഇറക്കും. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ അടവുകളും തന്ത്രങ്ങളുമായിട്ടൊന്ന് പയറ്റി നോക്കുകയാണല്ലേ. അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഈ കൊച്ചു കുഞ്ഞിനെ വരെ തെറി വിളിക്കാൻ നീ എന്താ ചെയ്തത്, ഞങ്ങൾ നിന്നോട് എന്താ ചെയ്തത്, നിനക്ക് മനസ്സിനോട് തോന്നുന്നുണ്ടോടാ, മനസ്സോട് തോന്നുന്നുണ്ടോടാ, നിനക്ക് നീ ഒരു മനുഷ്യനാണോടാ? നിങ്ങൾ മനുഷ്യനോ മൃഗം? വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഫ്ലാഷ് ബാക്ക്. എലിഫന്റ് എന്റെ ഭാര്യ ഒരു പെറ്റാണെന്നും ഞാൻ ആ പെറ്റിനെ എലിഫന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഞാനിവിടെ വളർത്തുവാണെന്നുമാണ് ഈ നായിന്റെ മോൻ മെയിൽ അയച്ചിരിക്കുന്നത്. നീ വിചാരിക്കണ്ട കേരള പോലീസ് വെറുതെയാണ്. കേരള പോലീസ് റോക്സ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനിയൊരുക്കി കാത്തിരിക്കുന്നത് കേരള പോലീസ് ആണെന്ന് അവന്മാർക്ക് അറിയില്ലല്ലോ. കേരള പോലീസ് എന്നാ സുമ്മാവാ. ഇവന് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കിനും ഇവൻ ഫസ്റ്റ് ഓഫ് ഓൾ ഷോക്ക് ആയിട്ടുണ്ടാവും. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. നിങ്ങളെ കോൺടാക്ട് ചെയ്തത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാണ്ട് ടു ഇൻഫോം യു ദിസ് ആൻഡ് നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ കോർട്ടിൽ ലീഗലായിട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ഓക്കെ, അതെന്നെ മനസ്സിലായത് അപ്പനാണെന്ന്. വളർത്തോഷം ഇവന്മാരല്ല, ഇവന്മാരെ തന്തേനെ ആദ്യം തരണം. അത് ശരി. ഞാൻ വാർദ്ധക്യകാലേ വിപരീത ബുദ്ധി. അത്ര നേരം ഉണ്ടായിരുന്ന ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റഡ് ആയി. ഇതിന് ശേഷം വൈകിട്ടായപ്പോഴത്തേക്കിനും ഇവന്റെ വെബ്സൈറ്റ്, ഇവന്റെ ജാതകവും ഇവന്റെ റെസ്യൂമേയും ഇവന്റെ ടു Z വിവരങ്ങൾ ഉണ്ടായിരുന്ന ആ വെബ്സൈറ്റ് അന്ന് മുതൽ ഇന്ന് വരെ അപ്രത്യക്ഷമാണ്. ടെൻഷനായോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പുലിവാലൊന്നും വലിച്ച് തലേ വെക്കേണ്ട.